Good morning. Today we can discuss what are the tools and techniques of management accounting and also the installation process of management accounting system. Okay. But first, tools and techniques of management accounting. There are a number of tools and techniques are used to supply the information required by the management. അതായത് നമുക്ക് ഒരു ടെക്നിക്ക് മാത്രമായിട്ട് എന്താ പറയുക പറ്റില്ല. സോ ദർ ആർ എ നമ്പർ ഓഫ് ടെക്നിക്സ് ആൻഡ് നോ വൺ ടെക്നിക് ക്യാൻ സാറ്റിസ്ഫൈ ഓൾ മാനേജറിയൽ നീഡ്സ്. So the important tools and techniques used in management accounting are: first one, financial accounting, financial policy and accounting. അതായത് എവ്രി കൺസേൺ ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ അബൌട്ട് ദ റിസോഴ്സസ് ഓഫ് റേസിങ് ഫണ്ട്സ്. മനസ്സിലായോ? അപ്പോൾ എല്ലാ ഫേമും എന്ത് ഡിസിഷൻ എടുക്കേണ്ടി വരും? എങ്ങനെ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ള ഡിസിഷൻ എടുക്കണം. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്? ഇറ്റ് മേ ബി ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ത്രൂ ദ റേസിങ് ഓഫ് ലോൺസ്. സോ അഗെയിൻ എ ഡിസിഷൻ ഇസ് ടു ബി ടേക്കൺ അബൌട്ട് ദ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഇവിടെ ഇപ്പം ഷെയർ ഇഷ്യൂ ചെയ്യണോ അല്ലെങ്കിൽ ലോൺ വാങ്ങണോ ബാങ്കിൽ നിന്ന്, ഇങ്ങനെയുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരും. അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ വേണോ, അതേപോലെ പ്രിഫറൻസ് ക്യാപിറ്റൽ വേണോ. ഇനി പ്രിഫറൻസ് ക്യാപിറ്റൽ തന്നെ വീണ്ടും ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. അപ്പം അതേമാതിരി ഇനിയിപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിൽ എന്താണ്, വെദർ ദ ലോൺ ഷുഡ് ബി ലോങ് ടേം ഓർ ലോങ് ടേം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ദ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ലോൺ ഷുഡ് ഓൾസോ ബി ഡിസൈഡഡ്. അപ്പോൾ ഓൾ ദീസ് ഡിസിഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ടെക്നിക്സ് ഫോർ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് വേണ്ടി ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ട എല്ലാ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ടാക്സ് പ്ലാനിങ് ആണ്. ടാക്സ് പ്ലാനിങ്ങിൽ എന്താ, മാനേജ്മെൻറ്റ് ഇസ് ഹെൽപ്പ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഹി ട്രൈസ് ടു യൂസ് വേരിയസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ മനസ്സിലായല്ലോ? ദെൻ സെക്കൻഡ് വൺ ഇസ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി ദർ ആർ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ യൂസ്ഡ്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതാണ് നമുക്കിനി ഓരോരോ ചാപ്റ്ററിലായിട്ട് വരുന്നത്. അതായത് ഈ ടെക്നിക്സ് എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് ആവാം, ട്രെൻഡ് അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെക്നിക്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് വരുന്നത്. എന്താണ്? അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിഫൈ ആൻഡ് പ്രസൻറ്റ് ദ ഡാറ്റ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ബിക്കംസ് യൂസ്ഫുൾ ഫോർ ദ മാനേജ്മെൻറ്റ്. അതായത് വെറുതെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കണ്ടോ ഒരു ബാലൻസ് ഷീറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് ഡിസിഷൻസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഡിസിഷൻസ് എടുക്കുന്ന രീതിയിൽ വേണം ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതാണ് ക്ലാസിഫൈ ആൻഡ് പ്രസൻറ്റ് ദ ഡാറ്റ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ബിക്കംസ് യൂസ്ഫുൾ ഫോർ ദ മാനേജ്മെൻറ്റ്. അതായത് ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡാറ്റ ഇസ് എക്സ്പ്ലെയിൻഡ് ഇൻ എ നോൺ ടെക്നിക്കൽ ലാംഗ്വേജ്. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയാൽ അക്കൗണ്ടൻറ്റിന് പെട്ടെന്ന് തിരിയും. പക്ഷേ അതൊരു നോൺ ടെക്നിക്കൽ ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അതേപോലെ ദ ടെക്നിക് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇൻക്ലൂഡ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഞാൻ പറഞ്ഞല്ലോ, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ് എക്സെട്ര. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതാണ് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഓരോരോ ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ടൂൾ ഇസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. അതായത് the recording of actual cost after they may be incurred. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ആക്ച്വൽ കോസ്റ്റ് ഡാറ്റ ഓൺ ഓർ ആഫ്റ്റർ ദ ഡേറ്റ് വെൻ ഇറ്റ് ഹാസ് ബീൻ ഇൻകേർഡ് ഇസ് നോൺ ആസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇങ്ങനെ ഈ ആക്ച്വൽ കോസ്റ്റ് ഇസ് കമ്പയർഡ് ടു ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ്.
ഇറ്റ് ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദി കൺസേൺ. നമ്മളിങ്ങനെ തീരുമാനിച്ചു വെക്കുകയാണ് റോ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു റോ മെറ്റീരിയൽ ഒരു എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 100 rupees ഫിക്സ് ചെയ്ത്, അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വൽ വന്നപ്പോൾ അവിടെ 150 rupees ആയി. അപ്പോൾ അവിടെ കൂടാനുള്ള കാരണം എന്തുകൊണ്ടാണ് വേരിയേഷൻസ് വന്നു, അതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെ എടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ആക്ച്വൽ കോസ്റ്റ് ഇസ് കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇറ്റ് ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദി കൺസേൺ. ദോ കോസ്റ്റിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ബൈ ഇറ്റ് സെൽഫ് ഇറ്റ്സ് യൂട്ടിലിറ്റി ഇസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് മനസ്സിലായല്ലോ. ആക്ച്വൽ കോസ്റ്റ് എന്ത് നമ്മൾ ചെയ്യുന്നു, അതായത് ആക്ച്വൽ കോസ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുക, അല്ല ശരിക്കും ഇൻകർ ചെയ്തിരിക്കുന്ന കോസ്റ്റിനെ. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ടു ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ദി പെർഫോമൻസ് ഓഫ് ദി കൺസേൺ. അനദർ ടെക്നിക് ഇസ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇൻ ദി സിസ്റ്റം എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ആർ പ്രീ ഡിറ്റർമിൻഡ്. സ്റ്റാൻഡേർഡ് ബഡ്ജറ്ററി കൺട്രോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ബഡ്ജറ്റ് ഇറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് യൂസസ് ബഡ്ജറ്റ് ആസ് എ ടൂൾ ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പോൾ ദ ബഡ്ജറ്റ് ഓഫ് ഓൾ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്. കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചത് ഓർമ്മ ഉണ്ടല്ലേ, ഫങ്ഷണൽ ബഡ്ജറ്റ്സ്. അപ്പോൾ ദ ബഡ്ജറ്റ്സ് ആർ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് ഫ്യൂച്ചർ പോസിബിലിറ്റീസ്. അപ്പോൾ ദി ആക്ച്വൽ പെർഫോമൻസ് ഇസ് റെക്കോർഡഡ് ആൻഡ് ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ്സ്. അപ്പോൾ മാനേജ്മെൻറ്റിന് എന്ത് സംഭവിക്കുന്നു, മാനേജ്മെൻറ്റ് ഈസ് ഏബിൾ ടു അസസ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ. അതേപോലെ ദ ടൈമിംഗ് ഓഫ് ബഡ്ജറ്റ്സ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ഡീവിയേഷൻസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോളാണ് ഒരു ടൂൾ എന്ന് പറയുന്നത്. then again സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ അറിയാം എന്താണെന്നുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഫോർ കോസ്റ്റ് കൺട്രോൾ പേർപ്പസസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നത്, കോസ്റ്റ് ആർ ഡിറ്റർമിൻഡ് ഇൻ അഡ്വാൻസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് പ്രിവാലൻറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അന്നേരമുള്ള കണ്ടീഷൻസ് നോക്കിങ്ങാണ്ടാണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആക്ച്വൽ കോസ്റ്റ് ആർ റെക്കോർഡഡ് ആൻഡ് ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഓക്കെ, വേരിയൻസസ് ഇഫ് എനി ആർ അനലൈസ്ഡ് ആൻഡ് ദിയർ റീസൺസ് ആർ ascertained. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് ദി കൺസേൺ ആൻഡ് ഓൾസോ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇനി ഞാൻ പറയില്ല മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്താണെന്നുള്ളത്, ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മാർജിനൽ കോസ്റ്റിംഗ്, അനദർ ടൂൾ. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ പോർഷൻസ്. നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ഏത് മാത്രം കൺസിഡർ ചെയ്യുന്നു, ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ടേക്കൺ ഫോർ ഡിസിഷൻ മേക്കിംഗ്. വേരിയബിൾ കോസ്റ്റിനെ തന്നെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഇസ് കൺസേൺ വിത്ത് ചേഞ്ചസ് ഇൻ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം ചേഞ്ചസ് ഇൻ ദ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ കോസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഏതൊക്കെയാണ്, മാർജിനൽ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഏത് ഫിക്സഡ് കോസ്റ്റ് ഇസ് ടേക്കൺ ആസ് ഫിക്സ്ഡ്, അതിനെ നമ്മൾ തൊടുന്നില്ല. ആൻഡ് ഇറ്റ് ഇസ് റെക്കോർഡഡ് ഓവർ എ ലെവൽ ഓഫ് എന്താ പറയുക പ്രൊഡക്ഷൻ ആൻഡ് എവറി അഡീഷണൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇൻവോൾവ്സ് ഓൺലി വേരിയബിൾ കോസ്റ്റ്. അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1 lakh യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും ഇറ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് തൊടുന്നില്ല. ഏത് മാത്രം എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ മെഷർമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഡിവിഷൻസ് ഓഫ് ആൻ enterprise. But the decisions about short-term utilization of capacity is also assessed with the help of marginal costing. Okay. And another one is decision accounting.
അതായത് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് മാനേജ്മെൻറ്റ് എന്താണ്? ടു ടേക്ക് ഡിസിഷൻസ്. അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഇൻഫർമേഷൻസ് ഒക്കെ മാനേജ്മെൻറ്റിന് കൊടുക്കുന്നത്. മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസിഷൻ ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇൻവോൾവ്സ് എ ചോയ്സ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മളെ മുന്നിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക. എത്ര എണ്ണ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും സെലക്ട് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ദർ മേ ബി ഡിസിഷൻസ് അബൌട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, വെദർ ടു മേക്ക് ഓർ ബൈ. മനസ്സിലായല്ലോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ആ ഡിസിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ എടുക്കുന്നതും അതേമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതും ഇപ്പോഴാണ്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓവർ ദ ഇയേഴ്സാണ്. ഇപ്പോൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വരുന്ന കോസ്റ്റ് ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെതാണെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് ഇപ്പോൾ ഇൻകർ ചെയ്യും. പക്ഷേ ആ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് കുറേ കാലത്തേക്കുള്ളതാണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓവർ ദ ഇയേഴ്സ്. അപ്പം അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുക. അതായത് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു അബൌട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ അനദർ വൺ ഇസ് വെദർ ടു മേക്ക് ഓർ ബൈ. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മളെ ഇവിടെ തന്നെ ഉണ്ടാക്കണോ, ഫാക്ടറിയിൽ ഉണ്ടാക്കണോ, ഓർ ഷുഡ് ഇറ്റ് ബൈ. ദെൻ വാട്ട് പ്രൈസസ് ടു ബി ചാർജ്ഡ്, എക്സ്പാൻഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ എക്സെട്ര. ഇങ്ങനെയുള്ള ഒരുപാട് ഡിസിഷൻസ് ബിസിനസ്സിൽ എടുക്കേണ്ടി വരും. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കാൽക്കുലേറ്റ്സ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഈച്ച് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് എനേബിൾസ് ദ മാനേജ്മെൻറ്റ് ടു സെലക്ട് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഓരോന്നിൻ്റെയും ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു നല്ല തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ഇനി ദ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആർ അനലൈസ്ഡ് ആൻഡ് ദ മോസ്റ്റ് ഫേവറബിൾ ഓൾട്ടർനേറ്റീവ് ഇസ് സെലക്റ്റഡ്. അതിനെയാണ് ഡിസിഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. And another tool is revaluation accounting. റീവാലുവേഷൻ അക്കൗണ്ടിങ്ങിനെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ടേമും കൂടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ദ പ്രിസർവേഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ബിസിനസ് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ പ്രോഫിറ്റ്സ് ആർ കാൽക്കുലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ക്യാപിറ്റൽ ഇസ് പ്രിസർവ്ഡ് ഇൻ റിയൽ ടേംസ്. അതേമാതിരി പ്രൈസ് റൈസസിൻ്റെ സമയത്ത് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഇസ് ഗ്രേറ്റ്ലി എഫക്റ്റഡ്. അപ്പം ഈ റീവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ദിസ് ഈസ് എ മെത്തേഡ് ഫോർ overcoming the problem of replacement or fixed asset in a period of rising prices. ബാറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ബാറ്റി എന്താ പറഞ്ഞാൽ, റീവാലുവേഷൻ അക്കൗണ്ടിങ് ഇസ് യൂസ്ഡ് ടു ഡിനോട്ട് the methods employed for overcoming the problems connected with fixed asset replacement in a period of rising prices. Then another tool is management information system, MIS. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കളക്ട്സ് ഡാറ്റ, സ്റ്റോഴ്സ് ആൻഡ് പ്രോസസ്സസ് ഡാറ്റ ആൻഡ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് for planning, controlling and decision making. With the development of electronic data processing and computer system, reporting to management has considerably improved. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ EDP ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം വന്നതോട് കൂടിയിട്ട് ഈ MIS ഇസ് ഈസി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ MIS എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ the data planning and coordination and control is supplied to management. Feedback of information and responsive actions can be used as a control technique. Okay, then last point is there are 3 more techniques: statistical techniques and ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയും. നമ്പർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് തിയറി ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഓൾറെഡി ലേൺ, ദെൻ സാമ്പിളിംഗ്, ലീനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറി, സിമുലേഷൻ എക്സെട്ര. ഓൾ ദീസ് techniques, statistical techniques are also used in management accounting. Then another tool is responsibility accounting. Responsibility accounting എന്ന് പറഞ്ഞാൽ എന്താ? It is a system of control in which responsibility is assigned to persons for the control of cost. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഫിക്സ് ചെയ്യും, എന്നിട്ട് അതിലുള്ള ഓരോ ആളുകൾക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കും. ആൻഡ് ദെയർബൈ ഇറ്റ് കൺട്രോൾസ് കോസ്റ്റ്.
Then other techniques like price level change, അതായത് accounting for price level changes, differential cost analysis, risk analysis, value analysis, etc. are also, these are some of the techniques used in management accounting. Okay, clear ആണല്ലോ? These are the tools and techniques used in management accounting. Next we can see what are the steps for installation of management accounting. എന്തൊക്കെയാണ് പ്രിലിമിനറി സ്റ്റെപ്സ് ഫോർ ദ ഇൻസ്റ്റലേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് പ്രിപ്പയറിംഗ് ഓർഗനൈസേഷണൽ മാനുവൽ. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓർഗനൈസേഷണൽ മാനുവൽ ഷുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് അഡോപ്റ്റഡ്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ മാനുവലിൽ ക്ലിയർ ആയിട്ട് എന്തുണ്ടാവും? ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വേരിയസ് മാനേജറിയൽ ലെവൽസ് ഇൻ ദി ഓർഗനൈസേഷണൽ ഹിയറാർക്കി. അപ്പോൾ it will not only fix responsibility but will also avoid duplication of duties. ഓരോരുത്തരതും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നില്ല എന്നാണ് പറയുന്നത്? ഓരോരുത്തർക്ക് കൃത്യമായ റെസ്പോൺസിബിലിറ്റി കിട്ടുകയും ചെയ്യും, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മുന്നേയായിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷണൽ മാനുവൽ. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് പ്രിപ്പയറിംഗ് ഫോംസ് ആൻഡ് റിട്ടേൺസ്. അതായത് പ്രിപ്പയറിംഗ് ഫോംസ് ആൻഡ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഡിസൈനിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഫ് വേരിയസ് ഫോംസ് ആൻഡ് റിട്ടേൺസ് റിക്വയർഡ് ഫോർ കളക്ഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ മാനേജറിയൽ നീഡ്സ്. അതായത് ടോപ്പ് മാനേജ്മെൻറ്റിന് ഇപ്പം എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക? ടോപ്പ് മാനേജ്മെൻറ്റ് ക്യാൻ ഡിസൈൻ വേരിയസ് ഫോംസ് ആൻഡ് ഡിസൈഡ് ദ കണ്ടൻസ് ഓഫ് റിപ്പോർട്ട് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പം ഈ എന്താ പറയുക വെച്ചാൽ ഇപ്പം ഒരാളിപ്പം ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഒരു രീതിയിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കുമല്ലോ. അപ്പം മാനേജ്മെൻറ്റിന് ഏത് രീതിയിൽ വേണോ ആ രീതിയിലുള്ള ഫോംസ് ആൻഡ് റിട്ടേൺസ് എന്താക്കുക? ഷുഡ് ബി ഡിസൈൻഡ് ആൻഡ് പ്രിപ്പയർഡ്. So these are required for collection and presentation of information for managerial needs. Then third step is requisite staffing. അതായത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ദ റിക്വസിറ്റ് സ്റ്റാഫ് വിൽ ഹാവ് ടു ബി ട്രെയിൻഡ് ആൻഡ് ഡെവലപ്ഡ്. അതായത് റൈറ്റ് കാൻഡിഡേറ്റ് ഷുഡ് ബി അപ്പോയിൻറ്റഡ് ആൻഡ് സ്യൂട്ടബിൾ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദം. എന്നാൽ മാത്രമേ ഉള്ളൂ അവർക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് അവരുടെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ദ റിക്വസിറ്റ് സ്റ്റാഫ് ഷുഡ് ബി റിക്രൂട്ടഡ് ഫോർ മേക്കിംഗ് ദിസ് സിസ്റ്റം ഇഫക്റ്റീവ്. The staff should be given proper training so that the objectives and the implementing techniques are clear to everyone associated with the system. Then another next step is classifying accounts and integrating the system. അതായത് account should be classified to facilitate collection and analysis of data. അതായത് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ടിങ്ങും എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ദ ടെക്നിക്സ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് the accounts are classified to facilitate collection and analysis of data. Financial and cost accounting system should be integrated. Management will require both financial and costing information, and both the systems should be combined to provide necessary information. Okay. Then next step is introducing standard costing techniques. അതായത് ടോപ്പ് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? The technique of standard costing are introduced for setting up standards and recording the performance so that the reasons for variations are ascertained and corrective measures are taken in future എന്നാണ് പറയുന്നത്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ക്യാൻ ഫിക്സ് ദ സ്റ്റാൻഡേർഡ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു കോസ്റ്റ് ആൻഡ് റവന്യൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ പെർഫോമൻസ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡീവിയേഷൻസ് ക്യാൻ ബി
found out. But the standards are fixed at all levels. So standards should be one which can be adopted by the normal employee. The next step is setting up budgetary control system. അതും നമുക്ക് അറിയുന്നതാണ്. But the system of budget and budgetary control should be introduced to plan the activities of various departments and to improve the performance. But the cost, budget and profit centers should be set എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ the integration of various budget into a master budget will help in determining the organizational goals. But the integrated system of budgetary control and system of cost and profit centers will be very useful. And last step is introducing operation research techniques. അതായത് എല്ലാവർക്കും അത് പരിചയപ്പെടുത്തണം. ഏതാ? സെറ്റിംഗ് അപ്പ് ഓഫ് ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്. അപ്പോൾ ബിസിനസ് ഇസ് ഓപ്പറേറ്റിംഗ് അണ്ടർ ചേഞ്ചിങ് എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. അതായത് ഇന്ന് കണ്ടതായിരിക്കില്ല നാളെ. സോ എവറി ഡേ എ ന്യൂ ചാലഞ്ചസ് ഫേസ്ഡ്. ഓക്കെ, അപ്പോൾ ദ ഓപ്പറേഷണൽ റിസർച്ച് ടെക്നിക്സ് വിൽ ബി എസെൻഷ്യൽ ടു കോപ്പ് അപ്പ് വിത്ത് ദ നീഡ് ഓഫ് ദി ആർ. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് വേണമെന്നാണ് പറയുന്നത്? ഈ ചേഞ്ച് ആയിട്ട് കോപ്പപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.